ഹലോ, സൻവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫോം ഷീറ്റ് വെച്ചിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 15 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയിലും മുറിച്ചെടുത്തിട്ടുണ്ട്. ഫോം ഷീറ്റ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും, പിന്നെ ഓൺലൈനായിട്ടൊക്കെ കിട്ടും. ഇനി സ്കെയിൽ വെച്ചിട്ട് ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതേപോലെ ഓരോ സെൻറ്റിമീറ്റർ കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കണം. ഇതേപോലെ. ഇനി ഇതൊരു കത്രിക വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മുറിക്കണം. ഇപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കത്രിക കൊണ്ട് ഇതേപോലെ സൈഡൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് അല്പം ചരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതേപോലെ ഇനി അപ്പുറത്തെ സൈഡൊന്ന് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനൊരു തേപ്പൂട്ടി എടുത്ത് ചൂടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ടൈപ്പ് ഇതേപോലത്തെ ഷേപ്പിൽ കിട്ടും. ഇവിടെ ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഇത് ത്രെഡ് പോളനാണ്. ഇത് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് കുറച്ച് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് മടക്കണം. എന്നിട്ട് അതിൽ ഗ്ലൂ ഇങ്ങനെ തേച്ച് കൊടുക്കണം. ആ കമ്പി എന്നിട്ട് ഇതിനകത്തേക്ക് പിടിപ്പിക്കണം. ഇനി അതിന് ചുറ്റൊന്ന് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്രീൻ ഫോം ഷീറ്റ് ഇതേപോലെ വട്ടത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അയൺ ബോക്സിലൊന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കിട്ടും നമുക്ക്. ഇനി ഇതേപോലെ സെൻറ്ററിലൊന്ന് കുത്തി ഇതേപോലെ ആക്കണം. എന്നിട്ട് അവിടെ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കണം. എന്നിട്ട് അതിനകത്ത് ഒട്ടിച്ച് വെക്കണത്. ഇനി ഇതൊരു ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കണം. ഇപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കണം. ഫ്ലവറെല്ലാം ഇതേപോലെ അറേഞ്ച് ചെയ്ത് ഒന്ന് ചുറ്റി കൊടുക്കണം. വളരെ ഈസി ആയിട്ട് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിക്കണം. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.